ഇറ്റ്സ് മീ ബൈ ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ സെക്കൻഡ് ഡേ ജിമ്മിന് പോവുകയാണ്. ഈ ഒരു രാവിലെ തന്നെ നമ്മൾ നീറ്റ് ഫ്രഷായി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് ജിമ്മിനൊക്കെ പോകുന്ന സമയത്ത് അതൊരു ക്വാളിറ്റി ടൈമാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നൊരു സമയം കൂടിയാണ്. ഒരുപാട് സംസാരിക്കാൻ സമയം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് നമ്മൾ രണ്ടുപേരുടെ ഉള്ളിൽ വരുന്നുണ്ട്. ജിമ്മൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 8 മണിക്കാവുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ദുഃഖാക്ക് സ്റ്റേഡിയമിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്യാഷ് എടുത്ത് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നല്ലൊരു മഴ നമുക്ക് വന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റായി. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. എനിക്ക് 2 കാക്കാരാണ്. അതിൽ മൂത്ത ആള് ഗൾഫിൽ നിന്ന് വരികയാണ്. വരുന്നത് മാത്രമല്ല സ്പെഷ്യൽ, ആള് വരുന്നതിൻ്റെ ഉദ്ദേശം ഭയങ്കര വലിയ സ്പെഷ്യൽ റീസൺ തന്നെയാണ്. നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ 7 മെമ്പേഴ്സാണ് ഉള്ളത്. അതിൽ 8ാമത്തെ ഒരു മെമ്പർ വരികയാണ്. അതെ, എൻ്റെ ഇക്കൻ്റെ വൈഫ് ഡെലിവറി ചെയ്യാണ് ഈ ഒരു വീക്കിൽ ഇൻഷാ അല്ലാഹ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും ടെൻഷനിലൊക്കെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. സോ അപ്പോൾ ആൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആളെ വെൽക്കം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഒരു ഫ്ലവറൊക്കെ വാങ്ങിച്ച് ആളും ജസ്റ്റ് വെൽക്കം ചെയ്ത്. ഈ ഒരു പോക്കിൽ നമുക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ പോകുന്ന സമയത്ത് നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആവാനുള്ള ചായ ആയിരുന്നു കേട്ടോ. അല്ലാണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മൂഡിലേക്കൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. നേരെ വീട്ടിലേക്ക് വന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. തിരിച്ച് വീട്ടിലെത്തി എല്ലാവരും കണ്ട് ലഗേജൊക്കെ പുറത്തിറക്കുന്ന സമയത്താണ് നമുക്ക് അബദ്ധം മനസ്സിലായത്. വേറെ ഒന്നല്ല, ഇക്ക ചോദിക്കുന്നുണ്ടായിരുന്നു ഇക്കടെ ചെറിയൊരു ബാഗ് കാണുന്നില്ല, അതെന്തേ എന്നുള്ളത്. അപ്പോൾ ആ ബാഗിൽ പാസ്പോർട്ടും എംബ്രൈസൈഡിയും ലൈസൻസും മറ്റു പല രേഖകളും അടങ്ങിയിട്ടുള്ളൊരു ബാഗായിരുന്നു. ഒരുപാട് നമ്മൾ നോക്കിയെങ്കിലും ആ ബാഗ് എവിടെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ മുന്നേ എടുത്ത് വെച്ച വ്ളോഗിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആ ബാഗ് ഉണ്ടോ എന്നുള്ളത്. ആ സമയത്തൊന്നും ആ ബാഗില്ല. പിന്നെയാണ് ഇക്കാക്ക് ഓർമ്മ വന്നത്. ഇക്ക ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ബാത്റൂമിൽ പോയിരുന്നു. ആ സമയത്ത് ആ ബാഗ് അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മനസ്സിലാക്കണം, ഒരുപാട് രേഖകളുള്ള, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രേഖകളുള്ള ആ ഒരു ബാഗ് അവിടെ മറന്നു വെച്ചുള്ള അവസ്ഥ, ആ ടെൻഷൻ പറഞ്ഞറിയിക്കാവുന്നതിനേക്കാൾ വലുതാണ്. അത്രയും ടെൻഷൻ അടിച്ച് നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് അറിയുന്ന എല്ലാവർക്കും വിളിച്ചു നോക്കി, എയർപോർട്ടിൻ്റെ അടുത്തുള്ള ആളുകൾക്കൊക്കെ. നമ്മൾ പിന്നെ ഋതുവിൻ്റെ പപ്പക്ക് വിളിച്ച്, ആളുടെ ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആൾ വഴി നമുക്ക് ആ ബാഗ് കിട്ടി. എല്ലാവരും ഇതുപോലെ മറന്നു വെച്ച് പോണം. അതാണ് എന്റെ പറയാനുള്ളത്. കാക്ക എന്താ പറയാനുള്ളത് പറഞ്ഞിട്ടോ? അപ്പൊ എല്ലാരും ഇതുപോലെ മറന്നു വെച്ച് വേണം, എന്നിട്ട് വീണ്ടും എയർപോർട്ടിലേക്ക് വരണം, ഇതുപോലെ എടുക്കണം. അതാണ് അവർക്ക് പറയാനുള്ളത്. ഇപ്പൊ എല്ലാം ആയി. ഈ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല ക്വാളിറ്റി ടൈം എന്നുള്ളത്. അത് ഏതൊരു ബന്ധത്തിന്റെ ഇടയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആക്കുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി ടൈം എന്നുള്ളത്. ഈക്കും ഞാനും അല്ലെങ്കിൽ എൻ്റെ കാക്ക 2 പേരായിക്കോട്ടെ, അവരും ഞാനും എന്നും സ്ഥിരം വിളിക്കുന്ന, മെസ്സേജ് അയക്കുന്ന, അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നല്ല. പക്ഷെങ്കിൽ പോലും ആ ഒരു കാര്യം ഇല്ലാച്ചിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ബോണ്ട് ഒരുപാട് കൂടിയിട്ടുള്ളൂ. മാഷാ അല്ലാഹ്, അത് നിവർത്തി തരട്ടെ. അപ്പം ഏകദേശം നമുക്ക് എടപ്പാളെത്താൻ ഒരു 1.5 മണിക്കൂറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ സമയം കിട്ടി. അതൊരു വലിയ ക്വാളിറ്റി ടൈമാണ്. അത് ഞാൻ അങ്ങനെ കാണുന്നു. എനിക്ക് ഒരുപാട് കാലം സംസാരിക്കാൻ പറ്റി, ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റി. ഒരു ബന്ധമില്ലാത്ത ഈ ഒരു വീഡിയോയോട് വെക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവരെ പറ്റി പറഞ്ഞപ്പോൾ ഈ വീഡിയോയോടെ വെക്കാൻ തോന്നി. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ്. ഇൻഷാ അല്ലാഹ് 8th മെമ്പറിനെ വെൽക്കം ചെയ്യുന്ന നല്ല വ്ളോഗ്സും മൊമെൻറ്റ്സും ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്.